പി കൃഷ്ണപിള്ള സ്മാരകം തകർത്ത സംഭവത്തിൽ ആരായാലും പരസ്യ പ്രസ്താവന ഒഴിവാക്കണമെന്ന് CPIM സംസ്ഥാന സെക്രട്ടറി പിണറായി വിജയൻ. KC രാമചന്ദ്രന് പരോൾ അനുവദിച്ചത് സ്വാഭാവിക നടപടി മാത്രമെന്നും പിണറായി വിജയൻ കോട്ടയത്ത് പറഞ്ഞു. രാമേന്ദ്രന്റെ അമ്മ മരണപ്പെട്ടിരുന്നു എന്നാണ് തോന്നുന്നത്. ആ മരണപ്പെട്ടതിൻ്റെ ഭാഗമായിട്ടാണ് അദ്ദേഹത്തിന് പരോൾ കിട്ടിയതെന്നാണ് അറിഞ്ഞത്. അത് സാധാരണ പരോൾ കിട്ടുന്നതിൽ നമ്മുടെ രാജ്യത്തെ നിയമവ്യവസ്ഥ അനുവദിക്കുന്ന കാര്യമാണ്. അതിലെന്താ സംശയം? ഇതേവരെയുള്ള എല്ലാ തെരഞ്ഞെടുപ്പുകളിലും അദ്ദേഹം സജീവമായിരുന്നു. ഇനിയും അദ്ദേഹം സജീവൻ തന്നെയായിരിക്കും. ഒരു സംശയവും വേണ്ട. നല്ല സജീവമായിട്ട് തന്നെ അദ്ദേഹം ഉണ്ടാവും. പളനിയും VS-ഉം തമ്മിൽ വീണ്ടും പഴയ പോലെ പണ്ടത്തെ അതിനുശേഷം ഇപ്പോൾ ഒരു ഓപ്പൺ രണ്ടുപേരും പരസ്യ പ്രസ്താവനകളായിട്ട് ഇറങ്ങിയാണ്. പളനി പറഞ്ഞിരിക്കുന്നു VS അറിയാതെ കൃഷ്ണപിള്ള സ്മാരകം തകരില്ല, അദ്ദേഹത്തിൻ്റെ പങ്ക് കൂടി അന്വേഷിക്കണം. VS പറയുന്നു പളനിയുടെ ആൾക്കാരാണ് തകർത്തത്. അത്തരം കാര്യങ്ങളൊന്നും പരസ്യമായിട്ട് പ്രസ്താവനയിലൂടെ പറയേണ്ട കാര്യങ്ങളല്ല. ആരായാലും ഇത്തരം കാര്യങ്ങളിലുള്ള പരസ്യ പ്രസ്താവന ഒഴിവാക്കുകയാണ് നല്ലത്. പാർട്ടിയുമായി യോജിച്ചു പോകുമെന്ന് പ്രതിപക്ഷ നേതാവ് VS അച്യുതാനന്ദൻ പറഞ്ഞു. പാർട്ടിയുടെ തെറ്റ് ചൂണ്ടിക്കാട്ടുമെന്നും VS കൂട്ടിച്ചേർത്തു. തച്ചങ്കരിക്ക് സ്ഥാനക്കയറ്റം നൽകിയത് ഭരണഘടനാ വിരുദ്ധമാണെന്നും VS അച്യുതാനന്ദൻ അഭിപ്രായപ്പെട്ടു. നിങ്ങൾ ചോദിക്കണ്ട, പാർട്ടിയും ഒക്കെ ആയിട്ടുള്ള പ്രശ്നങ്ങൾ ഞാൻ ചിലപ്പോഴൊക്കെ ചില തെറ്റായ നിലപാടുകൾ കാണുമ്പം എതിർക്കുമെങ്കിലും പാർട്ടിയായിട്ട് പൂർണ്ണമായി യോജിച്ച് സഹകരിച്ചുള്ള പ്രവർത്തനമാണ് നടത്താൻ ഉദ്ദേശിക്കുന്നത്, നടത്തിക്കൊണ്ടിരിക്കുന്നത്. പാലക്കാട്ട് വീരേന്ദ്രകുമാർ പരാജയപ്പെട്ടതിന്റെ ഉത്തരവാദി കോൺഗ്രസ് എന്ന് UDF ഉപസമിതിയുടെ റിപ്പോർട്ട്. കോൺഗ്രസ് ഗൗരവത്തോടെ പ്രവർത്തിച്ചില്ലെന്നും പണം താഴെത്തട്ടിൽ എത്തിയിട്ടില്ലെന്നും ഉപസമിതി കണ്ടെത്തി. റിപ്പോർട്ട് ലഭിച്ചാൽ നടപടിയുണ്ടാകുമെന്ന് KPCC പ്രസിഡന്റ് VM സുധീരൻ പറഞ്ഞു. പാലക്കാട് വീരേന്ദ്രകുമാറിന്റെ വൻ പരാജയത്തിന് കാരണം കോൺഗ്രസിന്റെ വീഴ്ചയാണെന്നാണ് ബാലകൃഷ്ണപിള്ള കമ്മിറ്റിയുടെ കണ്ടെത്തൽ. DCC അധ്യക്ഷൻ CV ബാലേന്ദ്രൻ, തെരഞ്ഞെടുപ്പ് കമ്മിറ്റി കൺവീനർ C ചന്ദ്രൻ എന്നിവരുടെ പ്രവർത്തനങ്ങൾ പൂർണ്ണ പരാജയമായിരുന്നു. തെരഞ്ഞെടുപ്പ് ഫണ്ട് താഴെത്തട്ടിലെത്തിയില്ല, പണം തോന്നിയതുപോലെ ചെലവഴിച്ചു. മണ്ഡലത്തിലെ UDF MLA-മാരുടെ പ്രവർത്തനത്തിലും വീഴ്ചയുണ്ടായി. സ്വന്തം മണ്ഡലത്തിൽ ഒതുങ്ങി നിന്നാണ് MLA-മാർ പ്രവർത്തിച്ചത്. ഉത്തരവാദികൾക്കെതിരെ നടപടി വേണമെന്നും കരട് റിപ്പോർട്ടിൽ ശുപാർശയുണ്ട്. അതേസമയം പാലക്കാട്ട് തോൽവിയിൽ എല്ലാവർക്കും ഉത്തരവാദിത്വമുണ്ടെന്ന് DCC പ്രസിഡന്റ് ബാലേന്ദ്രൻ പ്രതികരിച്ചു. റിപ്പോർട്ട് കണ്ട ശേഷം പ്രതികരിക്കാമെന്നായിരുന്നു VM സുധീരൻ്റെ നിലപാട്. റിപ്പോർട്ട് കിട്ടിയാൽ അതേക്കുറിച്ച് ഞങ്ങൾ കൂട്ടായി പരിശോധിക്കും. KPCC പ്രത്യേകമായി പരിശോധിക്കും. ആ റിപ്പോർട്ടിൻ്റെ ഉള്ളടക്കം, റിപ്പോർട്ടിലെ ശുപാർശകൾ അത് പരിശോധിച്ചതിന് ശേഷം ഉചിതമായ നടപടി സ്വീകരിക്കുമെന്ന് ഇപ്പോൾ പറയാനാകൂ. കാരണം ഇതുവരെ റിപ്പോർട്ട് നിങ്ങൾ പറയുമ്പോഴാണ് അതേക്കുറിച്ച് ഞാൻ അറിയുന്നത്. അട്ടപ്പാടി മേഖലയിൽ കോൺഗ്രസ് പ്രവർത്തകർ വരുത്തിയ വീഴ്ച റിപ്പോർട്ടിൽ എടുത്തു പറയുന്നു. അന്തിമ റിപ്പോർട്ട് 7-ന് സമർപ്പിക്കും. ന്യൂസ് ബ്യൂറോ, തിരുവനന്തപുരം. മദ്യനയത്തിൽ പാർട്ടിയിലുണ്ടായ ഭിന്നത തീർന്നതായി മുഖ്യമന്ത്രി ഉമ്മൻചാണ്ടി. സോളാർ കമ്മീഷന്റെ സാക്ഷിപ്പട്ടികയിൽ മാത്രമാണ് താൻ പെട്ടിട്ടുള്ളത്. എന്നിട്ടും പ്രതിപക്ഷം പ്രക്ഷോഭവുമായി ഇറങ്ങുന്നത് ലജ്ജാകരമെന്നും മുഖ്യമന്ത്രി പറഞ്ഞു. അത് പിന്നെ അപ്പീൽ കൊടുത്തു. പിന്നെ അത് അപ്പീലെന്ന് പറഞ്ഞാൽ ഇവിടെ അപ്പീൽ സ്വീകരിച്ചിട്ടുണ്ട്. സ്റ്റേ തരാതിരുന്നതിന് എതിരെ ഇവിടെ അപ്പീൽ ഡിവിഷൻ ബെഞ്ച് സ്വീകരിച്ചിട്ടുണ്ട്. പക്ഷേ സ്റ്റേ തന്നില്ല. അപ്പം സ്റ്റേ തരാതിരുന്ന അതിനെതിരെ അപ്പീൽ സുപ്രീം കോടതി. സംസ്ഥാനത്ത് മുഖ്യമന്ത്രിയുടെ നേതൃത്വത്തിൽ മന്ത്രിമാരും ഉദ്യോഗസ്ഥരും അടങ്ങുന്ന അഴിമതി റാക്കറ്റ് പ്രവർത്തിക്കുന്നുണ്ടെന്ന് പിണറായി വിജയൻ പറഞ്ഞു. ഈ റാക്കറ്റിന്റെ നായകനായ മുഖ്യമന്ത്രിയുടെ സംരക്ഷണമാണ് അഴിമതിക്കാർക്ക് തണലാകുന്നത്. ഇതേക്കുറിച്ച് സമഗ്രമായ അന്വേഷണം വേണമെന്നും പിണറായി വിജയൻ കോട്ടയത്ത് ആവശ്യപ്പെട്ടു. അഴിമതിയിൽ മുങ്ങിക്കുളിച്ച മുഖ്യമന്ത്രി ഉമ്മൻചാണ്ടിയും KM മാണിയും രാജിവെക്കണമെന്നാവശ്യപ്പെട്ട് LDF-ന്റെ നേതൃത്വത്തിൽ കോട്ടയത്ത് ജനകീയ വിചാരണയിൽ സംസാരിക്കുകയായിരുന്നു പിണറായി വിജയൻ. LDF നേതാക്കളായ വക്കം വിശ്വൻ, കടന്നപ്പള്ളി രാമചന്ദ്രൻ, ഉഴവൂർ വിജയൻ, മാത്യു ടി തോമസ്, KJ തോമസ്, VN വാസവൻ, PC തോമസ്, VV വിനു, CK ശശിധരൻ തുടങ്ങിയവർ പങ്കെടുത്തു. കേരളത്തിന്റെ മുഖ്യമന്ത്രി പ്രവർത്തിക്കുന്നു എന്നതാണ് നില. ആ മുഖ്യമന്ത്രി സ്ഥാനത്തിരിക്കാൻ പാടില്ല. പ്രത്യേകിച്ച് ജുഡീഷ്യൽ അന്വേഷണം നേരിടുന്ന ഈ ഘട്ടത്തിൽ സ്ഥാനത്ത് നിന്ന് മാറി നിന്നുകൊണ്ട് അന്വേഷണം നേരിടണം.
ആഭ്യന്തര വകുപ്പ് അറിയാതെ ടോമിൻ തച്ചങ്കരിക്ക് സ്ഥാനക്കയറ്റം നൽകിയത് വിവാദത്തിൽ. ടോമിൻ തച്ചങ്കരിയെ ADGP ആക്കിയ കാര്യം അറിയില്ലെന്ന് ആഭ്യന്തരമന്ത്രി രമേശ് ചെന്നിത്തല വ്യക്തമാക്കി. അതേസമയം അജണ്ടയിലില്ലാത്ത വിഷയം ആഭ്യന്തരമന്ത്രിയുടെ അഭാവത്തിൽ മുഖ്യമന്ത്രിയാണ് മന്ത്രിസഭയുടെ പരിഗണനയിൽ കൊണ്ടുവന്നത്. ടോമിൻ തച്ചങ്കരി കഴിഞ്ഞ ദിവസം ധനമന്ത്രിയുമായി നടത്തിയ കൂടിക്കാഴ്ചയും വിവാദത്തിലായി. ടോമിൻ തച്ചങ്കരിയുടെ സ്ഥാനക്കയറ്റം സംബന്ധിച്ച് കേന്ദ്ര പേഴ്സണൽ മന്ത്രാലയത്തിനെ സമീപിക്കാൻ ആഭ്യന്തര വകുപ്പ് തയ്യാറാകുന്നതിനിടയിലാണ് മുഖ്യമന്ത്രി ഇടപെട്ട് തച്ചങ്കരിയെ ADGP-യായി സ്ഥാനക്കയറ്റം നൽകിയിരിക്കുന്നത്. മന്ത്രിസഭാ യോഗത്തിന്റെ അജണ്ടയിൽ ഇല്ലാതിരുന്ന വിഷയം മുഖ്യമന്ത്രിയുടെ താൽപര്യപ്രകാരമാണ് മന്ത്രിസഭാ യോഗം പരിഗണിച്ചത്. ആഭ്യന്തരമന്ത്രിയുടെ അഭാവത്തിലായിരുന്നു ടോമിൻ തച്ചങ്കരിയെ ADGP-യാക്കാൻ മന്ത്രിസഭാ യോഗം തീരുമാനം കൈക്കൊണ്ടത്. മന്ത്രിസഭാ യോഗം നടക്കാനിരിക്കെ ടോമിൻ തച്ചങ്കരി കഴിഞ്ഞ ദിവസം രാത്രി ധനമന്ത്രി KM മാണിയെ തിരുവനന്തപുരത്തെ അദ്ദേഹത്തിന്റെ ഔദ്യോഗിക വസതിയിൽ കണ്ടിരുന്നു. രാത്രി 8:30 എത്തിയ തച്ചങ്കരി 1 മണിക്കൂറിലേറെ KM മാണിയുമായി കൂടിക്കാഴ്ച നടത്തിയാണ് മടങ്ങിയത്. സ്ഥാനക്കയറ്റം സംബന്ധിച്ച കാര്യം മന്ത്രിസഭയുടെ പരിഗണനയിൽ എത്തിയപ്പോൾ KM മാണി എതിർപ്പ് പ്രകടിപ്പിച്ചിരുന്നില്ല. അതേസമയം വയനാട്ടിലുള്ള ആഭ്യന്തരമന്ത്രി രമേശ് ചെന്നിത്തല മന്ത്രിസഭാ യോഗത്തിന്റെ തീരുമാനത്തിലുള്ള തന്റെ അതൃപ്തി മറച്ചുവെച്ചില്ല. ടോമിൻ തച്ചങ്കരിയുടെ സ്ഥാനക്കയറ്റം സംബന്ധിച്ച തീരുമാനം അറിയില്ലെന്ന് ആഭ്യന്തരമന്ത്രി മാധ്യമങ്ങളോട് തുറന്നു പറഞ്ഞു. ഇന്നത്തെ മന്ത്രിസഭാ യോഗത്തിൽ ഞങ്ങൾ രണ്ടുപേരും ഇല്ല. അപ്പോൾ എന്താ നടന്നതെന്ന് അറിയില്ല, എനിക്കറിയില്ല. അനധികൃതമായി വിദേശയാത്ര നടത്തിയതിനും അനധികൃത സ്വത്ത് സമ്പാദനത്തിനും കേന്ദ്ര ആഭ്യന്തര മന്ത്രാലയത്തിന്റെ അനുമതിയോടെയായിരുന്നു ടോമിൻ തച്ചങ്കരിയെ പ്രോസിക്യൂട്ട് ചെയ്യാൻ സർക്കാർ അനുമതി നൽകിയത്. അതുകൊണ്ട് തന്നെ സ്ഥാനക്കയറ്റ വിഷയത്തിലും കേന്ദ്ര സർക്കാരിന്റെ അനുമതി ലഭിച്ച ശേഷം മതി തീരുമാനം എന്ന നിലപാടിലായിരുന്നു സംസ്ഥാന ആഭ്യന്തര വകുപ്പ്. ഇത് മറികടന്നാണ് തിടുക്കത്തിൽ ആഭ്യന്തരമന്ത്രിയുടെ അഭാവത്തിൽ തച്ചങ്കരിയെ ADGP-യാക്കാനുള്ള തീരുമാനം മുഖ്യമന്ത്രിയുടെ നേതൃത്വത്തിൽ നടന്നത്. ലെസ്ലി ജോൺ, തിരുവനന്തപുരം. ആഘോഷമായി പുതുവർഷം പിറന്നു. ന്യൂസിലാൻഡിലും ഓസ്ട്രേലിയയിലുമാണ് പുതുവർഷം ആദ്യം എത്തിയത്. ലോകമെങ്ങും പുതുവത്സരാഘോഷ ലഹരിയിലും. പുതുവർഷത്തെ വരവേൽക്കാൻ സംസ്ഥാനവും വിവിധ പരിപാടികളാൽ ഒരുങ്ങുമ്പോൾ തലസ്ഥാനത്ത് കോവളമാണ് പുതുവത്സരാഘോഷത്തെ വരവേൽക്കുന്ന പ്രധാന വേദി. തിരുവനന്തപുരത്ത് നിന്നും ജിതിൻ ചന്ദ്രൻ ചേരുന്നു. ജിതിൻ, ലോകം മുഴുവൻ 2015 വരവേൽക്കാൻ ഒരുങ്ങുന്നു. കേരളത്തിൻ്റെ സ്ഥിതി എന്താണ്? പ്രത്യേകിച്ചും തലസ്ഥാന നഗരം ഏതു തരത്തിലാണ് പുതുവർഷത്തെ വരവേൽക്കുന്നത്? പ്രദീപ്, പുതുവർഷ പിറവിയെ വരവേൽക്കാനുള്ള വിപുലമായ ആഘോഷങ്ങളാണ് സംസ്ഥാനത്തെങ്ങും നടക്കുന്നത്. ഞാനിപ്പോൾ നിൽക്കുന്നത് തിരുവനന്തപുരം ശംഖുമുഖം കടപ്പുറത്താണ്. ഒട്ടേറെ പേരാണ് പുതുവർഷം ആഘോഷമാക്കാനായി ഇവിടെ തടിച്ചുകൂടിയിരിക്കുന്നത്. തദ്ദേശീയരായ ഒട്ടേറെ പേരാണ് പുതുവർഷ പിറവിയെ ആഘോഷിക്കാൻ ശംഖുമുഖം കടപ്പുറത്ത് എത്തിയിരിക്കുന്നത്. സംസ്ഥാനത്തെ, പ്രത്യേകിച്ച് തലസ്ഥാനത്തെ മറ്റിടങ്ങളിലും ഇതുപോലെ തന്നെയാണ് സ്ഥിതി. ഒട്ടേറെ പേർ പുതുവർഷം ആഘോഷിക്കാനായി ഒരുക്കിയിരിക്കുന്നു. കർശനമായ സുരക്ഷാ സംവിധാനങ്ങൾക്കിടെയാണ് ഇത്തവണത്തെ പുതുവർഷ ആഘോഷങ്ങൾ നടക്കുന്നത്. അതിനിടയിലും വലിയൊരു ജനസാഗരമാണ് ശംഖുമുഖം കടപ്പുറത്തെത്തിയിരിക്കുന്നത്. ഇപ്പോൾ പുതുവർഷം ആഘോഷിക്കാൻ എത്തിയ ഒട്ടേറെ യുവാക്കൾ നമ്മോടൊപ്പമുണ്ട്. അവരോട് നമുക്ക് പുതുവർഷത്തിന്റെ പ്രതീക്ഷകളും ഒപ്പം തന്നെ എങ്ങനെയാണ് അവർ പുതുവർഷം ആഘോഷിക്കുന്നതെന്നും ചോദിച്ചറിയാം. നമുക്ക് അവരുടെ പ്രതികരണങ്ങളിലേക്ക് നമുക്ക് പോകാം. എങ്ങനെയാണ് പുതുവർഷം? വളരെ സന്തോഷത്തോടുകൂടിയാണ് നമ്മൾ പുതുവർഷത്തെ ആനയിച്ചുകൊണ്ടിരിക്കുന്നത്. അതുപോലെ തന്നെ വളരെ സന്തോഷമാണ് നമുക്ക്. ഞങ്ങൾ വരെയാണ്. ഞങ്ങൾ ആദ്യമായിട്ടാണ് ഇവിടെ കോവളത്ത് വരുന്നത്. ഞങ്ങൾ ഇവിടുത്തെ ആഘോഷങ്ങളൊക്കെ കാണുന്നത്. ശംഖുമുഖം കോവളത്ത് നല്ല ആളാണ് ഒന്നാമത്തെ കാര്യം. രണ്ടാമത്തെ കാര്യം, ശംഖുമുഖം അടുത്താണ്. നിറയെ കുട്ടികളുണ്ട് നമ്മുടെ കൂടെ ഇന്ന് ആഘോഷിക്കാനായിട്ട്. ഇവിടെ പരിപാടി ഇന്നുണ്ട്. ന്യൂ ഇയർ അല്ലേ, എല്ലാവർക്കും നല്ലപോലെ ആഘോഷിക്കാം എന്നുള്ളൊരു ഇതിലാണ് നമ്മൾ വന്നത്. അപ്പോൾ എല്ലാവർക്കും എൻ്റെ ഹൃദയം നിറഞ്ഞ പുതുവത്സര ആശംസകൾ. എല്ലാ മലയാളം പ്രേക്ഷകർക്കും ഹാപ്പി ന്യൂ ഇയർ.
പ്രദീപ്, യുവാക്കളുടെ ഹർഷാരവങ്ങളിൽ നിന്നും ആഘോഷാരവങ്ങളിൽ നിന്നും നമുക്ക് പുതുവർഷ ആഘോഷത്തിൻ്റെ ലഹരി വായിച്ചെടുക്കാവുന്നതാണ്. ഇത്തരത്തിൽ വിപുലമായ ആഘോഷങ്ങളാണ് സംസ്ഥാനത്തെങ്ങും നടക്കുന്നത്. ഞാനിപ്പോൾ നിൽക്കുന്ന ശംഖുമുഖം കടപ്പുറത്ത് ഇത്തരത്തിൽ ഒട്ടേറെ പേരാണ് പുതുവർഷം ആഘോഷമാക്കാനായി എത്തിയിരിക്കുന്നത്. അവരുടെ ആഘോഷ പ്രകടനങ്ങളാണ് നമ്മളിപ്പോൾ കണ്ടതും. ഇത്തരത്തിലുള്ള ആഘോഷ പ്രകടനങ്ങൾ കൊടുപ്പേറാനിരിക്കുന്നേ ഉള്ളൂ. നമുക്കറിയാം 1.5 മണിക്കൂറിൽ കുറഞ്ഞ സമയമാണ് ഇനി പുതുവർഷം പിറക്കാനായുള്ളത്. ഈ ആഘോഷ പരിപാടികളുടെ പാരമ്യത്തിലേക്ക് എത്താനുള്ള നിമിഷങ്ങളാണ് വരാനിരിക്കുന്നതും. 12 മണിയോടുകൂടി സംസ്ഥാനത്തെ എല്ലായിടങ്ങളിലും ആഘോഷം അതിൻ്റെ മൂർധന്യാവസ്ഥയിലെത്തി പുതുവർഷ പിറവിയിലേക്ക് കടക്കാനിരിക്കുകയാണ്. തലസ്ഥാനത്തും വിപുലമായ പരിപാടികൾ നടക്കുന്നു. അതിൻ്റെ ആഘോഷങ്ങൾ തന്നെയാണ് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നതും. പ്രദീപ്. യെസ്, ജിതിൻ ചന്ദ്രൻ തിരുവനന്തപുരത്ത് നിന്നും. മകരവിളക്ക് മഹോത്സവത്തിനായി ശബരിമല ക്ഷേത്രനട ഇന്നലെ വൈകിട്ട് 5:30 തുറന്നു. ആദ്യ ദിവസം മുതൽ തന്നെ വൻ ഭക്തജന തിരക്കാണ് സന്നിധാനത്ത് അനുഭവപ്പെടുന്നത്. തിരക്ക് നിയന്ത്രിക്കാൻ ശക്തമായ സുരക്ഷാ ക്രമീകരണങ്ങൾ ഒരുക്കിയിരുന്നുവെങ്കിലും ദീർഘനേരം ബാരിക്കേഡിനുള്ളിൽ കുരുങ്ങിയത് ഭക്തജനങ്ങളെ ബുദ്ധിമുട്ടിലാക്കി. മണ്ഡലപൂജയ്ക്ക് ശേഷം 27-ാം തീയതി രാത്രി 10 മണിക്ക് അടച്ച ക്ഷേത്രനട മകരവിളക്കുത്സവത്തിനായി ഇന്നലെ വൈകിട്ട് 5:30 തുറന്നത്. പമ്പയിൽ 2 ദിവസമായി മല കയറാൻ കാത്തുകെട്ടിക്കിടന്നവർ കൂട്ടമായി എത്തിയതോടെ വൻ തിരക്കാണ് സന്നിധാനത്ത് ഇന്നലെ അനുഭവപ്പെട്ടത്. ദീർഘനേരം നടപ്പന്തലിലെ ബാരിക്കേഡിൽ കുടുങ്ങി കുട്ടികൾ ഉൾപ്പെടെയുള്ള തീർത്ഥാടകർ അവശരായി. തിരക്ക് നിയന്ത്രിക്കാനുള്ള സുരക്ഷാ ഉദ്യോഗസ്ഥരുടെ ശ്രമം പലപ്പോഴും ഫലം കാണാതെ പോയി. മല കയറി തളർന്നെത്തിയതിനു ശേഷം വീണ്ടും നടപ്പന്തലിൽ ദീർഘനേരം കുടുങ്ങിയ ഭക്തജനങ്ങൾ പലരും ബാരിക്കേഡിൽ നിന്ന് രക്ഷപ്പെടാൻ ഫ്ലൈ ഓവറിലേക്ക് ചാടിക്കയറി. കുട്ടികൾക്കും പ്രായമേറിയവർക്കും അധികം നേരം ക്യൂവിൽ നിൽക്കാതെ ദർശന സൗകര്യം ഒരുക്കുമെന്ന് പറഞ്ഞിരുന്നുവെങ്കിലും ഒന്നും ഫലം കണ്ടില്ല. കഴിഞ്ഞ അവലോകനത്തിൽ കൈക്കൊണ്ട തീരുമാനപ്രകാരം നടപ്പന്തലിൽ ഫാനുകൾ സ്ഥാപിച്ചെങ്കിലും 1-2 ഫാനുകൾ ഒഴിച്ച് മറ്റൊന്നും യഥാസമയം പ്രവർത്തിച്ചതുമില്ല. കുടിവെള്ളം നൽകാൻ 400ഓളം പേരെ ചുമതലപ്പെടുത്തിയിട്ടുണ്ടെന്ന് ദേവസ്വം ബോർഡ് അവകാശപ്പെടുമ്പോഴും നടപ്പന്തലിൽ ഒരിറ്റു വെള്ളം നൽകാൻ പോലും ആരും ഉണ്ടായിരുന്നില്ല. ക്യൂവിൽ നിന്ന് ദേഹാസ്വസ്ഥത്തെ തുടർന്ന് ചിലർ കുഴഞ്ഞു വീണതും ആശങ്ക പടർത്തി. രാത്രി വൈകി നട അടയ്ക്കുന്നതിനു മുമ്പായി സന്നിധാനത്ത് ശക്തമായി മഴ പെയ്തതും തീർത്ഥാടകരെ ബുദ്ധിമുട്ടിലാക്കി. വിരിവയ്ക്കാൻ ഇടമില്ലാതെ ആയിരക്കണക്കിന് ഭക്തജനങ്ങൾ മഴയിൽ നനഞ്ഞു കുതിർന്നു. ഇനിയുള്ള ദിവസങ്ങളിൽ സന്നിധാനത്ത് തീർത്ഥാടകരുടെ തിരക്ക് വർദ്ധിക്കുമെന്നാണ് അധികൃതരുടെ കണക്കുകൂട്ടൽ. ക്യാമറാമാൻ വിനോദിനൊപ്പം VG മനീഷ് കുമാർ, ന്യൂസ് ബ്യൂറോ, സന്നിധാനം. തിരുവനന്തപുരം നഗരസഭയുടെ എൻ്റെ നഗരം സുന്ദരനഗരം ജനകീയ ക്യാമ്പയിന് തുടക്കമായി. പാളയം മാർക്കറ്റിൽ ശുചീകരണ പ്രവർത്തനങ്ങളുടെ ഉദ്ഘാടനം പ്രതിപക്ഷ നേതാവ് VS അച്യുതാനന്ദൻ നിർവഹിച്ചു. തിരുവനന്തപുരം നഗരസഭയുടെ എൻ്റെ നഗരം സുന്ദരനഗരം ജനകീയ ക്യാമ്പിന്റെ ഭാഗമായി നഗരത്തിലെ ആദ്യഘട്ട സമ്പൂർണ്ണ ശുചിത്വ വാർഡുകളുടെ പ്രഖ്യാപനം ഇന്ന് നടക്കും. കവടിയാർ, മുട്ടട, പാളയം, നെടുങ്കാട് എന്നീ 4 വാർഡുകളെയാണ് ആദ്യഘട്ടത്തിൽ ശുചിത്വ വാർഡുകളായി പ്രഖ്യാപിക്കുന്നത്. പ്രഖ്യാപനത്തിന്റെ ഭാഗമായി പാളയം മാർക്കറ്റിലെ ഡംപിംഗ് യാർഡിലെ മാലിന്യം മൂടൽ പ്രതിപക്ഷ നേതാവ് VS അച്യുതാനന്ദൻ നിർവഹിച്ചു. CPIM കേന്ദ്ര കമ്മിറ്റി അംഗം ഡോക്ടർ തോമസ് ഐസക്കിന്റെ നേതൃത്വത്തിലാണ് ശുചീകരണ പ്രവർത്തനങ്ങൾ നടക്കുന്നത്. ആലപ്പുഴയിൽ പരീക്ഷിച്ചു വിജയിച്ച പദ്ധതിയാണ് തിരുവനന്തപുരത്തും നടപ്പാക്കുന്നത്. മാലിന്യ സംസ്കരണത്തിനായി പാളയം മാർക്കറ്റിൽ സ്ഥാപിച്ച 35 എയറോബിക് ബിന്നുകളുടെ ഉദ്ഘാടനം CPIM സംസ്ഥാന സെക്രട്ടറി പിണറായി വിജയൻ നിർവഹിച്ചു. രാജ്യത്തിന് മാതൃകയായി തിരുവനന്തപുരം നഗരം മാറുമെന്ന് അദ്ദേഹം പറഞ്ഞു. 4 വാർഡുകൾ പൂർണ്ണമായി ശുചിത്വ വാർഡുകളായി പ്രഖ്യാപിക്കാൻ കഴിയുന്ന അവസ്ഥയിലേക്ക് ഉയർന്നിരിക്കുന്നു. ഇനിയുള്ള നാളുകൾ കൊണ്ട് വളരെ വേഗം തന്നെ ബാക്കിയുള്ള വാർഡുകളും പൂർണ്ണ ശുചിത്വത്തിലേക്ക് നീങ്ങും എന്ന കാര്യം ഉറപ്പാണ്. വൈകിട്ട് പാളയം രക്തസാക്ഷി മണ്ഡപത്തിൽ UN പ്രതിനിധി ഡോക്ടർ ലിസ് ഗ്രാൻഡ് 4 വാർഡുകളെ ശുചിത്വ വാർഡുകളായി പ്രഖ്യാപിക്കും. നഗരസഭാ അങ്കണത്തിൽ നിന്നും പ്രഖ്യാപനവേദിയായ പാളയം രക്തസാക്ഷി മണ്ഡപത്തിലേക്ക് ഘോഷയാത്രയുമുണ്ടാകും. മന്ത്രി VS ശിവകുമാർ പ്രഖ്യാപന സമ്മേളനം ഉദ്ഘാടനം ചെയ്യും. ശുചിത്വ പദവി നേടുന്ന വാർഡുകളിലെ കൗൺസിലർമാരെ അതത് പ്രദേശത്തെ MLAമാർ ആദരിക്കും. വാർഡിലെ 60% വീടുകളിലും ഗാർഹിക മാലിന്യ സംസ്കരണ പ്ലാന്റുകൾ, കമ്മ്യൂണിറ്റി ബയോഗ്യാസ് പ്ലാന്റ്, എയറോബിക് ബിൻ തുടങ്ങി മാനദണ്ഡങ്ങളുള്ള വാർഡുകളെയാണ് ശുചിത്വ വാർഡുകളായി പ്രഖ്യാപിക്കുന്നത്. ന്യൂസ് ബ്യൂറോ, തിരുവനന്തപുരം. സൊസൈറ്റി ഫോർ സോഷ്യൽ സയൻസ് റിസർച്ചിന്റെ സോഷ്യൽ സയന്റിസ്റ്റ് 2015 പുരസ്കാരം പ്രമുഖ സാമ്പത്തിക ശാസ്ത്രജ്ഞനും സംസ്ഥാന ആസൂത്രണ ബോർഡ് മുൻ ഉപാധ്യക്ഷനുമായ ഡോക്ടർ പ്രഭാത് പട്നായിക്കിന് ലഭിച്ചു. സാമൂഹിക ശാസ്ത്രത്തിൽ മനുഷ്യത്വം, മതേതരത്വം എന്നീ മൂല്യങ്ങളിൽ അധിഷ്ഠിതമായ ശാസ്ത്രീയമായ മുന്നേറ്റങ്ങൾ നടത്തുന്നതിന് അന്താരാഷ്ട്ര തലത്തിൽ നൽകുന്ന പുരസ്കാരമാണിത്.